നമ്മുടെ അല്പനിമിഷത്തെ ധ്യാനത്തിനായി ഇന്ന് പകൽ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം പെന്തക്കോസ്തുകാർ മിക്കപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വചനഭാഗമാണ്. സഖരിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. The book of Zechariah, chapter 4, verse 6. Yeah. This is the word of the Lord unto Zerubbabel, not by might, nor by power, but by my spirit, says the Lord of hosts. അല്പസമയം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്ന ഈ ചിന്തയ്ക്ക് കൊടുക്കുന്ന തലവാചകം, the title of my message is Anointed to Accomplish. Anointed to accomplish. പൂർത്തീകരിപ്പാനായി ദൈവം നമ്മെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ദൈവം നമ്മെ ഏൽപ്പിച്ച ഒരു ദൗത്യമുണ്ട്, ഒരു മിഷൻ ദൈവം നമ്മെ ഏൽപ്പിച്ചിട്ടുണ്ട്. ആ ദൗത്യ നിർവഹണത്തിനായിട്ടാണ് ദൈവം നമ്മെ തൻ്റെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്തിരിക്കുന്നത് എന്ന ചിന്തയെ പുരസ്കരിച്ചുകൊണ്ടാണ് തുടർന്ന് അല്പനിമിഷം നാം ഒരുമിച്ച് ദൈവവചനം പങ്കുവയ്ക്കുന്നത്. A man of God wrote, could a mariner sit idle if he heard the drowning cry? ഒരാൾ വെള്ളത്തിൽ മുങ്ങി താഴുമ്പോൾ ഒരു മുങ്ങൽ വിദഗ്ധന് നിഷ്ക്രിയനായിരിക്കാൻ കഴിയുമോ എന്നാണ് ചോദ്യം. Could a mariner sit idle if he heard the drowning cry? വീണ്ടും അദ്ദേഹം എഴുതി, could a doctor sit in comfort and just let his patients die? ഒരു രോഗി പടഞ്ഞ് മരിക്കാൻ പോകുമ്പോൾ ആ മരിക്കത്തക്ക രോഗാതുരയായ ആ രോഗിയുടെ ആ മരണവെപ്രാളം കണ്ടിട്ട് ഒരു ഡോക്ടർക്ക് കാലുംമേൽ കാലും വെച്ച് സുഖേന കംഫർട്ടബിളായി ഇരിക്കാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. വീണ്ടും ആ എഴുത്തുകാരൻ ഇങ്ങനെ എഴുതി, could a fireman sit idle, let men burn and give no hand? ഒരു കെട്ടിടം തീ പിടിച്ച് കത്തുകയാണ്, ഒരു വീട്, അതിൻ്റെ അകത്ത് ചില ആളുകൾ അകപ്പെട്ടിരിക്കുന്നു. ഒരു അഗ്നിശമനക്കാരന് ഒന്നും ചെയ്യാതെ നിഷ്ക്രിയനായി അത് നോക്കി നിൽക്കാൻ കഴിയുമോ? അദ്ദേഹം വീണ്ടും എഴുതി, can you sit? Is a church when the world around you going to hell? നമ്മുടെ ചുറ്റാകെയുള്ള ലോകം നിത്യനരകത്തിലേക്ക്, നിത്യനാശത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് സഭാഹോളിനകത്ത് ലാഘവത്തോടെ ഇരിപ്പാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പ്രിയമുള്ളവരെ, ദൈവം നമുക്കൊരു മഹാദൗത്യം പൂർത്തീകരിപ്പാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. നാം സഭാ ശുശ്രൂഷയിലാകാം, ഐറ്റനറി ഇവാഞ്ചലിസ്റ്റുമാരാകാം, സഞ്ചാര സുവിശേഷകരാകാം, കൺവെൻഷൻ പ്രസംഗകരാകാം, ബൈബിൾ കോളേജ് അധ്യാപകരാകാം, യുവജന പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നവരാകാം, സോദരി സമാജനത്തിൻ്റെ നേതൃനിരയിൽ അധ്വാനിക്കുന്നവരാകാം. ആരായിരുന്നാലും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്. സ്തോത്രം. വാട്ട് ഈസ് അവർ മിഷൻ? നമ്മുടെ ദൗത്യം എന്താണ്? അത് കർത്താവ് ചെയ്ത അതേ പ്രവൃത്തിയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 9-ാം അധ്യായം 35, 36, 37 വാക്യങ്ങൾ വായിക്കുമ്പോൾ
അവിടെ നിന്ന് വായിക്കുന്നു, ജീസസ് went about all the cities and villages, teaching, preaching, healing all manners of diseases and sickness. കർത്താവ് പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ അവരെ പഠിപ്പിക്കുകയും പ്രസംഗിക്കുകയും നാനാവിധ ദീനവും വ്യാധിയും പിടിപെട്ടവരെ സൗഖ്യമാക്കുകയും ചെയ്തു. അപ്പൊ നോക്കിയേ, യേശുവിന്റെ ശുശ്രൂഷ, ടീച്ചിങ്, preaching, healing. Healing was an integral part of Jesus' ministry. കർത്താവായ യേശു ക്രിസ്തു ചെയ്തത് പഠിപ്പിക്കുക, വചനം പഠിപ്പിക്കുക, പ്രസംഗിക്കുക, രോഗികളെ സൗഖ്യമാക്കുക. ഈ വേല നിവർത്തിപ്പാനാണ് ദൈവം നമ്മെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ദൈവം നമ്മെ വിളിച്ചത് ഈ ദൗത്യം നിർവഹിപ്പാനാണ്. ഇത് വിശ്വസ്തയോടെ ചെയ്യുവാൻ നമുക്കിടയാകണം. ഇത് ആത്മഭാരത്തോടെ ചെയ്യുവാൻ നമുക്കിടയാകണം. ഇത് കർത്താവിൻ്റെ വേലയോടുള്ള ഏറിയ ആ പ്രതിബദ്ധതയോടെ ദൈവവേല ചെയ്യുവാൻ നമുക്ക് കഴിയണം. സുവിശേഷ വേല ലാഘവത്തോടെ, ഉദാസീനതയോടെ, കാര്യസാധ്യത്തിന് വേണ്ടി ചെയ്യുവാനല്ല ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. സ്വന്തം പ്രാണനെ പോലും വിലയേറിയതായി എണ്ണാതെ സുവിശേഷത്തിന് വേണ്ടി കഴുത്ത് വെച്ചു കൊടുക്കുവാൻ സന്നദ്ധരായവരെയാ ഈ കാലഘട്ടത്തിൽ ദൈവം നോക്കുന്നത്. ഹല്ലേലൂയ. ദൗത്യം, ഇന്ന് പലരും തങ്ങൾ ഈ ദൗത്യ നിർവഹണത്തിൽ പിന്നോക്കം പോയിരിക്കുകയാണ്. നമ്മുടെ സഭകളെ നോക്കുക, സുവിശേഷീകരണത്തിൽ സഭകൾ പിന്നോക്കം പോയിരിക്കുകയാണ്. ഒരു കാലത്തുണ്ടായിരുന്ന സുവിശേഷം സംബന്ധിച്ച തീക്ഷ്ണത, ആ തീവ്രത നമുക്ക് കുറഞ്ഞു പോയിരിക്കുന്നു. അതൊരു വസ്തുതയാണ്. തന്നിമിത്തം നമ്മുടെ പ്രാദേശിക സഭകൾ വളരുന്നില്ല, സ്നാനങ്ങൾ നടക്കുന്നില്ല, പുതിയ ആളുകൾ ദൈവസഭയോട് ചേർന്ന് വരുന്നില്ല, യുവാക്കൾ ദൈവസഭയിൽ അതിൻ്റെ മുൻനിരയിൽ അവരെ കാണപ്പെടുന്നില്ല. ഇതൊക്കെ സഭയുടെ പരാജയമായിട്ട്, നമ്മുടെ ദൗത്യ നിർവഹണത്തിൽ നമുക്ക് വന്ന വീഴ്ചയുടെ ദുരന്ത ഫലമായിട്ട് സഭാന്തരീക്ഷത്തിൽ എവിടെയും നമുക്ക് കാണുവാൻ കഴിയുന്ന വസ്തുതയാണ്. ഈ സ്ഥിതിക്ക് ഭേദം വരണം എന്ന് പകൽ ഈ മീറ്റിംഗിൽ സംബന്ധിക്കുന്ന ചിലരുടെയെങ്കിലും ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു തീ കോറിയിട്ടാൽ, നിങ്ങളെ ദൈവാത്മാവ് ഒന്ന് കത്തിച്ചാൽ, ഞാൻ വിശ്വസിക്കുന്നു അത് മതി. ദൈവത്തിന്റെ പ്രവൃത്തി ദേശങ്ങളിൽ അതിൻ്റെ ശക്തിയോടെ പ്രബലപ്പെട്ടു വരുവാൻ ദൈവം ഇടവരുത്തും. നമുക്കെല്ലാവർക്കും പരിചയമുള്ള വ്യക്തിയാണ് നാസറീൻ മൂവ്മെന്റിന്റെ തലപ്പത്തുണ്ടായിരുന്ന നീന ഗൗണ്ടർ. നീന ഗൗണ്ടറിന്റെ ഒരു പവർഫുൾ സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, വളരെ ശക്തിമത്തായ ഒരു പ്രസ്താവനയുണ്ട്. അവരിങ്ങനെ പറഞ്ഞു, ഇഫ് യു ടേക്ക് മിഷൻ ഔട്ട് ഓഫ് ദ ബൈബിൾ, you won't get you won't there won't left you won't left anything but the covers. നിങ്ങൾ ബൈബിളിൽ നിന്ന് മിഷൻ എടുത്തു മാറ്റ്, ബൈബിളിൽ പിന്നെ ഒന്നും അവശേഷിക്കില്ല, അതിൻ്റെ പുറംചട്ട മാത്രമേ ഉണ്ടാകുകയുള്ളെന്ന. ഹലോ, ബൈബിളിൽ നിന്ന് ഇഫ് യു ടേക്ക് മിഷൻ ഔട്ട് ഓഫ് ദ ബൈബിൾ, യു വോണ്ട് ഹാവ് ലെഫ്റ്റ് എനിത്തിങ്, യു വോണ്ട് ഹാവ് ലെഫ്റ്റ് എനിത്തിങ് ബട്ട് ദ കവേഴ്സ്. മിഷൻ ബൈബിളിൽ നിന്ന് എടുത്തു മാറ്റിയാൽ പിന്നെ ഒന്നും ശേഷിക്കുന്നില്ല, വെറും ബൈബിളിൻ്റെ പുറംചട്ട മാത്രമാണ്. ഈ തിരുവെഴുത്തിൻ്റെ പേജുകളെല്ലാം നമ്മെ ആഹ്വാനം ചെയ്യുന്നത്, സ്തോത്രം, സുവിശേഷത്തിൻ്റെ സാക്ഷികളായി ദൈവത്തിൻ്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. ഏത് പാസ്റ്ററും, ഏത് ബൈബിൾ സ്കൂൾ അധ്യാപകരും, ഏത് യുവജന പ്രവർത്തക ലീഡേഴ്സും ആരും ഏർപ്പെട്ടിരിക്കേണ്ട ഒരു മേഖലയാണ് സുവിശേഷീകരണം, ദൗത്യം. അത് പൂർത്തീകരിപ്പാൻ
ദൈവം നമുക്ക് പകർന്ന് തന്ന അഭിഷേകത്തെക്കുറിച്ചാണ് നാം വായിച്ച വേദഭാഗം. ഹലോ, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ എന്ന യഹോവയുടെ അരുളപ്പാട്. സ്തോത്രം. ഇതിൻ്റെ കോണ്ടെക്സ്റ്റ്, ഈ വചനത്തിൻ്റെ കോണ്ടെക്സ്റ്റ്, പശ്ചാത്തലം നാം ഒന്ന് പരിശോധിക്കുവാൻ പോവുകയാണ്. നമുക്കറിയാം, ഈ വേദഭാഗം പെന്തക്കോസ്തുകാര് മിക്കപ്പോഴും ഉദ്ധരിക്കുന്ന ഒരു വേദഭാഗമാണ്. അതിൻ്റെ പശ്ചാത്തലം നമുക്ക് ഒന്ന് ചിന്തിക്കാം. ഇത് യെരൂശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തോടുള്ള ബന്ധത്തിൽ സഖരിയാവ് പ്രവാചകനിലൂടെ സെരുബാബേലിന് നൽകിയ ധൈര്യദായകമായ ദൈവിക അരുളപ്പാടാണ്. അത് നമുക്ക് ഈ വേദഭാഗങ്ങൾ കാണാൻ കഴിയും. ഞാൻ 1 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ ഇടയ്ക്ക് ഞാൻ ഉദ്ധരിക്കും. ഇവിടെ ഈ യെരൂശലേം ദേവാലയം അത് പുനർനിർമ്മിക്കുന്നതിന് ആവശ്യമായ 4 ഘടകങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാൻ പോകുന്നത്. We are going to look into the 4 aspects of the temple rebuilding which Zerubbabel and Joshua led. സെരുബാബേലും യോശുവയും അവർ നേതൃത്വം നൽകിയ യെരൂശലേം ദേവാലയത്തിൻ്റെ പുനർനിർമ്മാണത്തിൻ്റെ അതിനോടുള്ള ബന്ധത്തിൽ അത് സഫലീകൃതമാകുവാൻ, അത് സാധ്യതപ്രായമാകുവാൻ ഇടയായ 4 ഘടകങ്ങളാണ് ചിന്തിപ്പാൻ താല്പര്യപ്പെടുന്നത്. എല്ലാവരും ശ്രദ്ധിക്കുക. നമ്പർ 1, exhausted, excitement, energized. I repeat, exhausted, exhausted, excitement, energized. ക്ഷീണിച്ചു പോയ ആവേശം, അത് പ്രോജ്വലിക്കപ്പെടുകയാണ്. ക്ഷീണിച്ചു പോയ ആവേശം. ജനം വലിയ ആവേശത്തോടെയാണ് ഈ ദേവാലയത്തിന്റെ പണിക്ക് പുറപ്പെട്ടത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ ക്ഷീണിച്ച് പിന്തിരിഞ്ഞു. അത് ഇവർക്ക് പുനർജീവിപ്പിക്കപ്പെടുകയാണ്. അത് അവർക്ക് ഈ ക്ഷീണിച്ചു പോയ ആ ആവേശം ഉദ്ദീപിപ്പിക്കപ്പെടുകയാണ്, പ്രോജ്വലിപ്പിക്കപ്പെടുകയാണ്. അത് ആവേശോജ്വലമായി തീരുകയാണ്. ശരിയായ വാക്ക് ആവേശോജ്വലമായി തീരുകയാണ്. ക്ഷീണിച്ചു പോയ ആവേശം അത് ആവേശോജ്വലമായി മാറ്റപ്പെടുകയാണ്. അതാണ് ഞാൻ ഒന്നാമതായി നിങ്ങളെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിക്കുക. ഇസ്രായേൽ ജനം ബാബിലോണ്യ അടിമത്വത്തിൽ 70 വർഷം കഴിയേണ്ടി വന്നു. അവരുടെ വിഗ്രഹാരാധന നിമിത്തവും ദൈവത്തോടുള്ള അനുസരണക്കേട് നിമിത്തം യഹൂദ ജനം ബാബിലോണിൽ 70 വർഷം അവര് പ്രവാസികളായിട്ട് കഴിയേണ്ടി വന്നു. ഇപ്പോൾ ഈ വായിച്ച വേദഭാഗത്തോടുള്ള ബന്ധത്തിൽ അവരുടെ പ്രവാസകാലം തീർന്നു. അവർ പ്രവാസികൾ ആദ്യ ഘട്ടമായി എസ്രായുടെ നേതൃത്വത്തിൽ ഒരു 50,000 പേര് മാതൃരാജ്യത്തേക്ക് അവർ മടങ്ങി വന്നു. അവിടെ അവർ വന്നത് ഒരു വലിയ ദൗത്യത്തിന്റെ ഭാഗമായി തീരുവാൻ തക്കവണ്ണമായിരുന്നു. യെരൂശലേം ദേവാലയം അതിനു മുമ്പ് നമുക്കറിയാം അത് നശിപ്പിക്കപ്പെട്ടു. ആ ദേവാലയം പുനർനിർമ്മിക്കണം. എസ്ര 1:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, 4-ാം അധ്യായം 3-8 വാക്യങ്ങളിൽ നമുക്ക് അത് കാണുവാൻ തക്കവണ്ണം കഴിയും. അങ്ങനെ അവർ ഈ ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ ഭാഗമാകുവാൻ പ്രവാസത്തിൽ നിന്നും മടങ്ങി വന്ന ജനം അതിൻ്റെ ഭാഗമാകുവാനുള്ള
ഒരു ഉത്തരവാദിത്വം അവരുടെ മേലും ഏൽപ്പിക്കപ്പെട്ടു. എന്നാൽ പ്രധാന ഉത്തരവാദിത്വം ഏൽപ്പിക്കപ്പെട്ടത്, കോരേശ് രാജാവ് ഏൽപ്പിച്ചത് സെരുബാബേലിനായിരുന്നു. സെരുബാബേൽ അന്ന് യെരൂശലേമിലെ ഗവർണറാണ്. സെരുബാബേലിനാണ് അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. എസ്രായുടെ പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യം 8-ാം വാക്യം, ഹഗായി പ്രവചനം 1:1, 2:23, ഈ വാക്യങ്ങൾ നമുക്കത് വായിച്ചെടുക്കാവുന്നതാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. ഞാൻ ഇച്ചിരി ഇതിൻ്റെ ആരംഭഘട്ടത്തിൽ ഇതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞിട്ട് വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് കടന്നു വരാം. ഇവിടെ ശ്രദ്ധിക്കണം, പ്രവാചകനായ ഹഗായിയും സെഖരിയാവും സെരുബാബേലിനും യോശുവയ്ക്കും മഹാപുരോഹിതനായ യോശുവയ്ക്കും അവർക്ക് ഈ പ്രവൃത്തി ചെയ്യുവാൻ തക്കവണ്ണമുള്ള മോറൽ സ്പിരിച്വൽ എൻകറേജ്മെന്റ്, ധൈര്യപ്പെടുത്തൽ അവർ നൽകി. പ്രവാചകനായ സെഖരിയാവും ഹഗായിയും അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് അവരോട് സംസാരിക്കുക. ഈ ജനം, പ്രവാസത്തിൽ നിന്ന് വന്ന ജനം, അവർ ദേവാലയത്തിന്റെ പണി ഏർപ്പെട്ടു. They started the rebuilding of the temple of Jerusalem with excitement and eagerness. വളരെ ആവേശത്തോടെയാണ്, വളരെ തീഷ്ണതയോടെയാണ് അവർ ഈ ജോലിയിൽ ഏർപ്പെട്ടത്. എന്നാൽ ജോലി അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായി അവർ ചിന്തിച്ചതിലും അധികം ബുദ്ധിമുട്ടുള്ള ഒരു പ്രവൃത്തിയാണ് അവർ ഏർപ്പെട്ടിരിക്കുന്നത് എന്ന് അവർക്ക് ബോധ്യമായി. പിന്നീട് ഇവർ നിരാശരായി തീരുന്നതായി കാണുവാൻ കഴിയും. There were all kinds of setbacks and opposition. എല്ലാ നിലയിലുള്ള തിരിച്ചടികളും പ്രതികൂലങ്ങൾ, എതിർപ്പുകൾ അവർക്ക് സഹിക്കേണ്ടി വന്നു. പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ഈ ജനം നോക്കണം, അവർ സത്യത്തിൽ ക്ഷീണിതരായി തീർന്നു. ശത്രുക്കൾ അവരെ പരിഹസിക്കുവാൻ തുടങ്ങി. അവർ നിരാശരായി മാറി. യോശുവയും സെരുബാബേലും they had to face difficulty one after another. ഒന്നിന് പുറകെ ഒന്നായി അവർ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നു. A mighty mountain barred their way. ഒരു വലിയ പർവ്വതം അവരുടെ വഴിയിൽ അവർക്ക് തടസ്സമായി, മാർഗതടസ്സമായി നിന്നു. പർവ്വതം എന്ന് പറഞ്ഞാൽ പർവ്വതം പോലെയുള്ള പ്രശ്നങ്ങൾ. അപ്പോൾ ദൈവം അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് സെഖരിയാവിന് നൽകിയ ദർശനത്തിലൂടെ ദൈവം അവരോട് സംസാരിക്കുകയാണ്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. സെരുബാബേലിനോടുള്ള യഹോവയുടെ അരുളപ്പാട്, അവരുടെ മുൻപിൽ തല ഉയർത്തി നിന്ന പർവ്വത സമാനമായ പ്രശ്നം, അവരുടെ വഴി മുടക്കിയ, അവരുടെ പ്രതീക്ഷകൾക്കൊത്തവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാതെ വണ്ണം തടസ്സങ്ങൾ സൃഷ്ടിച്ച, ഒന്നിനു പുറകെ ഒന്നായി എതിർപ്പുകളും തിരിച്ചടികളും നേരിടേണ്ടി വന്ന ഈ മുൻനിര പ്രവർത്തകർക്ക് ദൈവാത്മാവ് നൽകിയ സന്ദേശമാണ്, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. ഇന്ന് പകൽ ദൈവവേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഞാനും നിങ്ങളും അറിഞ്ഞിരിക്കേണ്ടത്, നമുക്ക് ഇതിനോടകം ദൈവാത്മാവ് ബോധ്യപ്പെടുത്തി തന്നിട്ടുമുള്ളതായ വസ്തുത, ദൈവവേലയ്ക്ക് എന്നെയും നിങ്ങളെയും ക്വാളിഫൈഡ് ആക്കുന്നത് നാം ഇവിടുന്ന് പഠിച്ചിറങ്ങിയപ്പോൾ കിട്ടിയ സർട്ടിഫിക്കറ്റ് അല്ല, സ്തോത്രം, മറിച്ച് പരിശുദ്ധാത്മാവിലുള്ള ആശ്രയത്താൽ, ദൈവാത്മാവിനാൽ ഉള്ള ശക്തി പ്രാപിച്ച് ദൈവത്തിന്റെ വേലയിൽ പ്രയോജനപ്പെടുവാനേ നമുക്ക് കഴിയൂ എന്നുള്ളത് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്ന വസ്തുതയാണ്. ഹല്ലേലൂയ.
ലോകം, പാപം, പിശാച് ഇവയെല്ലാം ദൈവത്തിൻ്റെ വേലയ്ക്ക് എതിരാണ്. നമുക്കറിയാം, നാം പ്രവർത്തിക്കുന്ന ഇടങ്ങളിൽ we are facing rising persecutions. വളരെ പ്രതികൂലങ്ങൾ നാം പ്രവർത്തിക്കുന്ന മേഖലകളിൽ ഉയർന്നു വരുന്ന നാളുകളാണിത്. ഞാൻ കഴിഞ്ഞ നവംബർ മുതൽ കാസർഗോഡ് ജില്ലയിൽ ഒരു 5 പഞ്ചായത്തുകൾ ദത്തെടുത്ത് അവിടെ പോയി പ്രവർത്തിച്ചു വരിക. മൺഡേ ടു ഫ്രൈഡേ, എല്ലാ തിങ്കളാഴ്ച രാവിലെ ഏർലി മോർണിംഗ് പോകും, വെള്ളിയാഴ്ച ലേറ്റ് നൈറ്റിലാണ് മടങ്ങി വരും. പ്രതികൂലങ്ങൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സുവിശേഷകർ അഭിമുഖീകരിക്കേണ്ടി വരും. ഇവിടെ ഒത്തിരി പ്രതികൂലങ്ങളുടെ നടുവിൽ സഖറിയാവും യോശുവയും പ്രവാസത്തിൽ നിന്ന് മടങ്ങി വന്ന ജനവും പ്രതികൂലം അവർ നേരിടേണ്ടി വന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, അവിടെ യഹോവയായ ദൈവം അവർക്ക് ധൈര്യം പകർന്നുകൊണ്ട് സഖറിയാവിലൂടെ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുകയാണ്. ഹല്ലേലൂയ. The Lord spoke through the prophet that the difficulties will not block their way. അവരുടെ വഴിയെ തടയുവാൻ ഈ ബുദ്ധിമുട്ടുകളെ ദൈവം അനുവദിക്കില്ല. സ്തോത്രം. All hindrances will disappear. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകും എന്ന് ദൈവാത്മാവ് പറയുകയാണ്. ഇന്ന് പകൽക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, വെല്ലുവിളികളുണ്ട്, തടസ്സങ്ങളുണ്ട്, പ്രതികൂലങ്ങളുണ്ട്, എതിർപ്പുകളുണ്ട്. ഹല്ലേലൂയ. എന്നാൽ അതിനെ നിസ്സഹായനായ ഒരു കാഴ്ചക്കാരനായി കയ്യും കെട്ടി നോക്കി നിൽക്കുന്നവനല്ല നമ്മെ വേലയ്ക്ക് വിളിച്ചിറക്കിയത്. ഹല്ലേലൂയ. അവിടുത്തെ ആത്മാവിന് നീക്കാൻ കഴിയാത്ത ഒരു തടസ്സവുമില്ല. ദൈവാത്മാവിന് പ്രവർത്തിപ്പാൻ കഴിയാത്ത ഒരു ഇടവുമില്ല. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. സഖറിയാവിനോട് ദൈവാത്മാവ് സെരുബാബേലിനോട് പറയുക, അതിന്റെ 7-ാം വാക്യം, Who art thou, O great mountain? Before Zerubbabel thou shalt become a plain. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആർ? നീ സമഭൂമിയായി തീരും. ഇത് ദൈവ ശബ്ദമാ, ഇത് യഹോവയുടെ ശബ്ദമാ. വനങ്ങളെ തോലുരിപ്പിക്കുന്ന, പാറയെ തകർക്കുന്ന, മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന യഹോവയുടെ ശബ്ദമാ. ഹല്ലേലൂയ. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവതമേ, നീ ആർ? എല്ലാവരും ശ്രദ്ധിക്കുക. We all have mountains. നമ്മുടെ എല്ലാം മുമ്പില്, സെരുബാബേലിന്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നത് പോലെയുള്ള പർവ്വതങ്ങളുണ്ട്. ശുശ്രൂഷയുടെ മുഖത്ത് വേല ചെയ്യുന്ന എല്ലാവരുടെയും മുമ്പിൽ ഇതുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചിലപ്പോഴത് പുറമേ നിന്നുള്ള എതിർപ്പുകളായിരിക്കാം, ഒപ്പോസിഷൻ ഫ്രം ദ എനിമി. അത് സുവിശേഷ വിരോധികളുടെ ഭാഗത്ത് നിന്നാകാം. സാത്താന്യ ശക്തികൾ അവന്റെ കോട്ടക്കൊത്തളങ്ങളിൽ നാം കയറി അവന്റെ കോപ്പ് കവർച്ച ചെയ്യുവാൻ ഉള്ള നമ്മുടെ പുറപ്പാടിൽ നിന്ന് നമ്മെ പിന്തിരിപ്പിക്കുവാൻ ഏതുവിധേനയും ശത്രു ശ്രമിക്കും. ഏതുവിധേനയുള്ള എതിർപ്പുകൾ ഉണ്ടാക്കും. സ്തോത്രം. ഹല്ലേലൂയ. ഈ എതിർപ്പുകളെ ഞാൻ പറഞ്ഞാൽ, ഈ പർവ്വതം എന്ന് പറയുന്നത് ഇറ്റ് കുഡ് ബി ലിമിറ്റഡ് റിസോഴ്സസ്, കുറഞ്ഞ വിഭവശേഷിയായിരിക്കാം. ചിലപ്പോൾ വാടകയ്ക്ക് കൊടുക്കാൻ പോലും നമ്മുടെ കൈ കാശുണ്ടാകില്ല. ഞാൻ എൻ്റെ ഒരു ചെറിയ അനുഭവം പറയാം. ഞാൻ കാശ്മീരിലാണ്
എൻ്റെ പ്രവർത്തനം ആരംഭിച്ചത് ക്യാപ്റ്റൻ സാമുവലിനോട് കൂടെ. അന്ന് 2 ചപ്പാത്തി രാവിലെ കിട്ടും, കുറച്ച് സബ്ജി കിട്ടും. പ്രവർത്തിക്കാൻ ഗ്രാമത്തിലേക്ക് പോകണം. അദ്ദേഹം ഒരു പട്ടാളക്കാരനായതുകൊണ്ട് ഒടുക്കത്തെ ശിക്ഷണമാണ്. അന്നാണെങ്കിൽ കല്ല് തിന്നാൽ ദഹിക്കുന്ന പ്രായം. ഞാൻ ആ ദൈവമനുഷ്യനെ വളരെ ബഹുമാനിക്കുന്ന കേട്ടോ. ഞാൻ ഇന്ന് സല്യൂട്ട് ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ ഈ കുറച്ചു നാൾ പ്രവർത്തിക്കാൻ പറ്റിയതിൽ. സ്തോത്രം. കാട്ടുനെല്ലിക്ക ഒക്കെ കഴിച്ച് വയറ് നിറച്ച് വെള്ളം കുടിച്ചു ആ സമയമൊക്കെ ഞാൻ ഓർക്കുന്നതാണ്. അതെല്ലാം ഞാൻ വിശദീകരിക്കുന്നില്ല, അതൊക്കെ സാധാരണ കാര്യമാണ്, വലിയ കാര്യമൊന്നുമല്ല. സ്തോത്രം. പിന്നെ ഞാൻ 77 മുതൽ കണ്ണൂർ വന്ന് പ്രവർത്തിച്ചു. അന്ന് അസംബ്ലീസ് ബോർഡ് എനിക്ക് തരുന്ന 90 രൂപയാണ്. 75 രൂപ എനിക്ക് കെട്ടിടത്തിന് വാടക കൊടുക്കുക. ആ കെട്ടിടത്തിൽ ടോയ്ലറ്റോ ബാത്റൂമോ ഒന്നുമില്ല. അതൊക്കെ പുറമെ ഞാൻ ഗോകുലിലെ റോഡിലുള്ള ഒരു പബ്ലിക് പൈപ്പിൽ രാവിലെ 4:30 പോയി കുളിക്കണം. മറ്റു കാര്യങ്ങൾക്കൊക്കെ പയ്യാമ്പലം ബീച്ചിൽ പോകണം. ഇങ്ങനെയൊക്കെയായിരുന്നു. 15 രൂപയാണ് എനിക്ക് ജീവിക്കാനുള്ളത് ഒരു മാസം. ആകാശത്തിന് കീഴെ ഭൂമിക്ക് മീതെ എന്ന് ഒരാളും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല. രാവിലെ ഒരു കഷ്ണം പുട്ടും ഒരു ചായയും കുടിച്ചാൽ പിന്നെ അന്ന് എനിക്ക് കഴിക്കാൻ കാശുണ്ടാകില്ല. കുറെ കഴിഞ്ഞപ്പം തമിഴ്നാട്ടുകാരനായ ഒരു മനാശെ, ഒരു മിലിറ്ററി ഓഫീസറെ കണ്ടു. അദ്ദേഹത്തിൻ്റെ പക്കൽ ബൈബിൾ സൊസൈറ്റി പ്രിന്റ് ചെയ്ത മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഈ സുവിശേഷ പ്രതികൾ ഒരു 6 കിൻഡൽ അദ്ദേഹത്തിൻ്റെ അടുക്കലുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇവിടെയുള്ള CSIക്കാരൊക്കെ ഇത് ആവശ്യമില്ല ബ്രദർ. ഞാൻ അദ്ദേഹത്തിന് ട്രാക്റ്റ് കൊടുത്തു. അന്നേരമാണ് അദ്ദേഹം കണ്ണൂർ ഒരു DSC സെന്റർ ഉണ്ട്, മിലിറ്ററിയുടെ ഒരു ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്സ് ഒരു സെന്റർ ഉണ്ട്, അവിടെ ഉള്ള ഒരു ഓഫീസറാണ്. അദ്ദേഹം പറഞ്ഞു, ബ്രദർ ഇത് കൊണ്ട് വിറ്റു, 10 പൈസയ്ക്ക് വിറ്റു. 5 പൈസ ബൈബിൾ സൊസൈറ്റിക്ക്, 5 പൈസ ബ്രദറിന്. അന്ന് 10 പൈസയ്ക്ക് ഇതാരും മേടിക്കില്ല. അന്ന് 10 പൈസയ്ക്കും വിലയുള്ള കാലം. ഇന്ന് പൈസയ്ക്ക് വിലയില്ല. 77 അതായിരുന്നു. പിന്നീട് അതധികം മേടിക്കില്ല ആളുകൾ. എന്നാൽ ചുരുങ്ങിയ മേടിച്ചാൽ എനിക്ക് കഷ്ടിച്ച് ഒരു ജീവിതം നിലനിർത്താൻ ഒരു സാധ്യതയാണ്. ലിമിറ്റഡ് റിസോഴ്സസ്. ചിലപ്പോൾ ജീവിക്കാൻ തന്നെ നമുക്ക് ബുദ്ധിമുട്ടുള്ള വിഭവശേഷിയില്ലായ്മ. ഇതെല്ലാം ദൈവവേലയുടെ മുഖത്ത് പൂർവകാലങ്ങളിലുള്ള വിശുദ്ധന്മാർ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞാനും നിങ്ങളും ഒരിക്കൽ അല്ലെങ്കിൽ മറ്റൊരിക്കൽ അത് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് അങ്ങനെയുള്ള അനുഭവങ്ങൾ അധികമില്ലെങ്കിലും കുറഞ്ഞ പേരെങ്കിലും ആ നിലയിലുള്ള വേദനയിലൂടെ കടന്നു പോകുന്നവരുണ്ട്. സ്തോത്രം. ഇന്ന് സാമ്പത്തികമായി ഞെരുക്കം അധികം ഇല്ല എന്ന് തോന്നിയാൽ മറ്റു നിലയിലുള്ള എതിർപ്പുകൾ അത്ര വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടമാണ്. സാത്താൻ അവന്റെ മുഴുവൻ സന്നാഹത്തോടെ ദൈവരാജ്യത്തിനെതിരെ, അഭിഷക്ത ദാസന്മാർക്കെതിരെ, സുവിശേഷത്തിനെതിരെ പ്രബലപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. സ്തോത്രം. ഇവിടെയാണ് സെരുബ്ബാബേലിനോടുള്ള ദൈവശബ്ദം നമുക്ക് ധൈര്യമായി ഭവിക്കുന്നത്. സെരുബ്ബാബേലിനോട് ദൈവാത്മാവ് പറയുകയാണ്, സെരുബ്ബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ നീ ആർ. ഞാൻ ഇന്ന് രാവിലെ വചനത്തിന് മുൻപിൽ നിങ്ങളോട് ചോദിക്കട്ടെ, വാട്ട്സ് യുവർ മൗണ്ടൻ ദിസ് മോർണിംഗ്? നിങ്ങളുടെ ജീവിതത്തിന് മുമ്പിൽ തല ഉയർത്തി നിൽക്കുന്ന പർവ്വതം എന്താണ്? സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അത് നമ്മെ ഭയപ്പെടുത്തുന്നതായിരിക്കാം. It can be intimidating, it can be discouraging. നമ്മെ ഭയപ്പെടുത്തുന്ന, നമ്മെ നിരാശപ്പെടുത്തുന്ന ആരോഗ്യപരമായ വെല്ലുവിളിയാകാം, അത് കുടുംബത്തിൽ നിന്നുള്ള വെല്ലുവിളിയാകാം, പുറമേ നിന്നുള്ള എതിർപ്പുകളാകാം. എന്തായാലും ഇന്ന് പകൽ തമ്പുരാന്റെ വാക്ക് ശ്രദ്ധിക്കുക.
God says, I will move the mountain. ആ പർവ്വതത്തെ ഞാൻ നീക്കിക്കളയും എന്നാണ് യഹോവയുടെ അരുളപ്പാട് എന്ന് പകൽ എത്ര പേര് അത് വിശ്വസിക്കും? ഹല്ലേലൂയ. നിങ്ങളിൽ ചിലരെങ്കിലും വലിയ കടുത്ത നിരാശ ഉള്ളിൽ പേറുന്നവരായി കാണാം. ശുശ്രൂഷയിൽ ഇറങ്ങിയിട്ട് വലിയ വിജയം കാണാതെ മുൻപോട്ടുള്ള ഒരു കുതിപ്പ്, ഒരു വളർച്ച പ്രതീക്ഷിച്ച് ഇറങ്ങിയിട്ട്, വളരെ ആവേശത്തോടെ ഇറങ്ങിയിട്ട്, വളരെ തീഷ്ണതയോടെ ഇറങ്ങിയിട്ട്, സെരുബാബേലിനെ പോലെ, യോശുവയെ പോലെ നിരാശപ്പെട്ടു പോകുന്ന സാഹചര്യത്തിൽ ഇന്ന് പകൽ ചിലരെങ്കിലും വന്നെത്തിയവര് ഇതിന്റെ മധ്യത്തിലുണ്ട്. നിങ്ങൾ ആ പർവ്വതം, ആ പ്രശ്നം ഒന്ന് നീങ്ങിക്കിട്ടേണ്ടതിന് നിങ്ങളാൽ കഴിയുന്ന നിലയിലെല്ലാം നിങ്ങൾ പരിശ്രമിച്ചു. എന്നാൽ അത് സാധ്യമല്ലാതായി, അത് സാധ്യത പ്രായമല്ലാതായി തീർന്നിരിക്കുന്ന അവസ്ഥയിലാകാം. ഇവിടെ അറിയുക, റിമെമ്പർ, ഗോഡ് ഹാസ് പ്രോമിസ്ഡ് ടു മൂവ് ദ മൗണ്ടൻ ഇൻ യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിലെ ആ മഹാപർവ്വതത്തെ, അതിനെ നീക്കുമെന്ന് വാക്ക് പറയുന്നത് മറ്റാരുമല്ല, വേലയ്ക്ക് വിളിച്ചിറക്കിയ സർവശക്തനായ ദൈവമാണ്. സഖരിയാവ് ആ പർവ്വതത്തോട് പറയുകയാണ്, മലയോട് പറയുക, Who art thou, O great mountain? സെരുബാബേലിന്റെ മുൻപിലുള്ള മഹാപർവ്വതമേ നീ ആർ? ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, മുമ്പിൽ നിൽക്കുന്ന പർവ്വതത്തോട് നീ അധികാരത്തോടെ കൽപ്പിക്കുക. സ്പീക്ക് ടു ദ മൗണ്ടൻ. ഹല്ലേലൂയ. ആ പർവ്വതത്തോട് നീ സംസാരിച്ചു തുടങ്ങ്, നീ അധികാരത്തോടെ സംസാരിക്കുക. Because the words that you speak are life and death. നാം സംസാരിക്കുന്ന നമ്മുടെ വാക്കുകളിൽ ജീവനും മരണവും അടങ്ങിയിട്ടുണ്ട്. സദൃശവാക്യങ്ങളുടെ പുസ്തകം 18-ാം അധ്യായം 21-ാം വാക്യം, ജീവനും മരണവും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റാകെ നാം വെല്ലുവിളികൾ അനുഭവിക്കുമ്പോൾ, എതിർപ്പുകൾ നാം അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ, പർവ്വത സമാനമായ പ്രശ്നം നമ്മളെ ചുറ്റപ്പെടുമ്പോൾ, ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, സ്പീക്ക് to the mountain by the authority of the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ അധികാരത്തോടെ ആ പർവ്വതത്തോട് മാറുക, വഴി മാറുക എന്ന് പകൽ കൽപ്പിച്ചാൽ അത് സംഭവിക്കും. Hallelujah. Hallelujah. Speak to it by the anointing of the Holy Spirit. ആ പർവ്വതത്തോട് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്ന അധികാരത്തോടെ നാം പറയണം. Hallelujah. Hallelujah. God is able to remove mountains of difficulties out of your way. നമ്മുടെ ജീവിത വഴികളിൽ നിന്ന് ആ വെല്ലുവിളികളാകുന്ന, ബുദ്ധിമുട്ടുകളാകുന്ന പർവ്വതത്തെ എൻ്റെ ദൈവം നീക്കിക്കളയും. ഹല്ലേലൂയ. നിങ്ങൾക്കറിയുമോ, ഇവര് ഈ ദേവാലയത്തിന്റെ പണിക്ക് ഇറങ്ങി പുറപ്പെട്ടു. വേദശാസ്ത്രികളൊക്കെ പറയുന്നത് 17 വർഷം മുടങ്ങിക്കിടന്നു എന്ന. ഇവര് പിറകോട്ട് മാറി. പിന്നെ ഓരോരുത്തരും അവരവരുടെ കാര്യം നോക്കി അവർ പോയി. വേലയായിരുന്നില്ല, ദൈവം ഏൽപ്പിച്ച ദൗത്യമായിരുന്നില്ല അവരുടെ മുഖ്യ പരിഗണന. അങ്ങനെ അവരെ പിന്നോട്ടടിച്ചപ്പോൾ സെരുബാബേലിന്റെ ഡോണ്ട് ബൈ മൈറ്റ് നോർ ബൈ പവർ സന്ദേശം, സൈന്യത്താലുമല്ല ശക്തിയാലുമല്ല എന്നുള്ള ഈ സന്ദേശം സെരുബാബേലിനും ജോശുവയ്ക്കും ഒരു വല്ലാത്ത ഊർജം പകർന്നു.
ഈ ദേവാലയത്തിൻ്റെ പണി പൂർത്തീകരിപ്പാൻ. ഞാനിവിടെ പറഞ്ഞു വരുന്ന ഒരു പോയിന്റ് ഇതാണ്. Whatever has stopped in your life and ministry for a long time can be energized and revitalized by the power of the Holy Spirit. Hallelujah. നമ്മുടെ ജീവിതത്തിലും ശുശ്രൂഷയിലും വർഷങ്ങളായി മുടങ്ങിക്കിടന്ന ദൈവത്തിൻ്റെ വേലയോടുള്ള ബന്ധത്തിൽ മുടങ്ങിക്കിടന്ന എന്താണോ മുടങ്ങിക്കിടന്നത്, സ്തോത്രം, അത് പൂർത്തീകരിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അസാധാരണമായ ഊർജം, സ്തോത്രം, ആ ശക്തി ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മുടെ മേൽ പകരുകയാണ്. സ്തോത്രം. മുടങ്ങിക്കിടന്നത് അത് പൂർത്തീകരിപ്പാൻ, വഴിക്ക് വെച്ച് തടസ്സപ്പെട്ടത് അത് പൂർത്തീകരിപ്പാൻ ദൈവം ഭരമേൽപ്പിച്ച വേല, അതിൻ്റെ മഹത്വം കണ്ണുകൊണ്ട് കാണുവാൻ, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം കണ്ണുകൊണ്ട് കാണുവാൻ ദൈവം ഒരു അസാധാരണ പകർച്ച, അസാധാരണ കൃപ എന്ന് പകൽ നമ്മുടെ പകരുന്ന പകൽക്കാലമാണ്. കര ഉയർത്തി വീണ്ടും ദൈവത്തെ സ്തുതിക്കുക. The second aspect of rebuilding the temple is small starts, swells. ദേവാലയത്തിന്റെ നിർമ്മാണത്തിനായിട്ടുള്ള രണ്ടാമത്തെ ഘടകം ഇവിടെ നാം കാണുന്ന ചെറിയ ആരംഭങ്ങളെ ദൈവം വലുതാക്കുന്നു. സെഖരിയ പ്രവചനം 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ നാം വായിക്കുന്നു. 4-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. മതി പാസ്റ്റർ, താങ്ക് യു. Who can despise us the day of small things? അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർ തുച്ഛീകരിക്കും? സ്തോത്രം. അല്പകാര്യങ്ങൾ, ചെറിയ തുടക്കം, ചെറിയ ആരംഭം, അല്പകാര്യം. ദൈവാത്മാവ് പറയുന്ന never treat small things, so small opportunities with indifference. ചെറിയ അവസരങ്ങളാകാം. സ്തെഫാനോസിന് കിട്ടിയ ഒരു ചെറിയ അവസരമാണ്. എന്താ കിട്ടിയത്? കർട്ടന് പിന്നിൽ വിധവമാരെ ശുശ്രൂഷിക്കാനുള്ള ഒരു ശുശ്രൂഷയാണ്. സ്തെഫാനോസിനെ ആരും കാണുന്നില്ല കേട്ടോ. കർട്ടന് പിന്നിലുള്ള ശുശ്രൂഷയാണ്. ചെറിയ അവസരമാണ്. സ്തോത്രം. എന്നാൽ കാലക്രമത്തിൽ നാം കാണുന്ന എന്താ? അനന്തരം സ്തെഫാനോസ് കൃപയും ശക്തിയും നിറഞ്ഞവനായി ജനത്തിൻ്റെ ഇടയിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ചു. ദൈവം ഏൽപ്പിക്കുന്ന അല്പകാര്യങ്ങളിൽ ആ ചെറിയ അവസരം, അതിൽ പരിഭവിക്കാതെ അവിടെ വിശ്വസ്തയോടെ ദൈവവേല ചെയ്യുന്നവനെ, ഹല്ലേലൂയ, കാലത്തിൻ്റെ ആ പോക്കിൽ ദൈവമായി തന്നെ, ദൈവം തന്നെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരും. ഹല്ലേലൂയ. അല്പകാര്യങ്ങളുടെ ദിവസത്തെ തുച്ഛീകരിക്കാത്ത ദൈവം. ഹല്ലേലൂയ. നമുക്കറിയാം ഉദാഹരണം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ലോകത്തിൽ രക്ഷകനായി വന്നത് ബേത്ലഹേമിലെ ഒരു പുൽത്തൊഴുത്തിലാണ്. യേശു തൻ്റെ മഹൽ ദൗത്യം, ലോക സുവിശേഷീകരണം, മാനവജാതിയുടെ രക്ഷ, ആ പദ്ധതി യേശു കമൻസ് ചെയ്തത്, ആരംഭിച്ചത് 12 പേരെ കൊണ്ടാണ്. ഹലോ, എന്ത് ചെറിയ തുടക്കമാ! 12 പേരെ കൊണ്ട് ഉള്ള ഒരു വേല. എന്നാൽ ഓർക്കണം, സുവിശേഷത്താൽ ലോകത്തെ തലകീഴ്മേൽ മറിക്കുവാൻ ഇവരെ ദൈവത്തിന് ഉപയോഗിപ്പാൻ കഴിഞ്ഞു. There were not a single degreed men among the disciples of Jesus.
യേശുവിന്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഡിഗ്രി എടുത്ത ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ദൈവം അവരെ ഉപയോഗിച്ചൊന്ന് ആലോചിച്ചു നോക്കിയേ. സ്തോത്രം. അവരിൽ തുടങ്ങിയ പ്രസ്ഥാനമല്ലേ ഇന്ന് വളർന്ന് ഈ പെനിയേലിലും ഈ നിലയിൽ പച്ച പിടിച്ച് നിൽപ്പാൻ തക്കവണ്ണം ദൈവം സംഗതി വരുത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. 1483 സാക്സണിയിൽ ഒരു പാവപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ വീട്ടിൽ ഒരു കുഞ്ഞ് ജനിച്ചു, ഒരു മകൻ. അവന്റെ ജനനം ആരും അറിഞ്ഞില്ല, അധികം ആരും അറിഞ്ഞില്ല. എന്നാൽ ആ പാവപ്പെട്ട ഖനിത്തൊഴിലാളിയുടെ ആ മകനാണ് 1519 പോപ്പിന്റെ സിംഹാസനത്തിന് ഇളക്കം തട്ടിച്ചുകൊണ്ട് യൂറോപ്പിലെ അന്ധവിശ്വാസങ്ങൾക്കും അനാചാരങ്ങൾക്കുമെതിരെ ഒരു കൊടുങ്കാറ്റ് പോലെ ദൈവം ഉപയോഗിച്ച മാർട്ടിൻ ലൂതർ. സ്തോത്രം. ചെറിയ ആരംഭത്തെ വലിയ അനുഗ്രഹമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഇന്ന് ചെറുതായിരിക്കാം, അതിൽ നിരാശപ്പെടരുത്. അവിടെ വിശ്വസ്തയോടെ ദൈവം ഏൽപ്പിച്ച വേല ചെയ്യ്. ഹല്ലേലൂയ. വളർച്ച നൽകുന്നവൻ ദൈവമാ, ഉയർച്ച നൽകുന്നവൻ ദൈവമാ. പ്രൊമോഷൻ വരുന്നത് ഉയരത്തിൽ നിന്ന്. നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും നമ്മെ തുടരുമെന്ന ദൈവവചനം പറയുന്നത്. ഹല്ലേലൂയ. അല്പകാര്യങ്ങളുടെ ദിവസത്തെ ആർത്തു സ്വീകരിക്കും. ഹല്ലേലൂയ. നാം ചെയ്യുന്ന വേല വളരെ സ്ലോലിയായ പ്രോഗ്രസ് ആയിരിക്കാം. വലിയ പെട്ടെന്നൊരു വളർച്ച, റോക്കറ്റ് ഗ്രോത്ത് ഒന്നും നമ്മുടെ മിനിസ്ട്രിയിൽ അനുഭവപ്പെട്ടില്ല എന്ന് നമുക്ക് വരാം. അത് നിമിത്തം കർത്താവേ, ഞാൻ എത്ര അധ്വാനിക്കുന്നു, എത്ര ഉപവസിക്കുന്നു, എത്ര ഓടുന്നു. ചിലപ്പോൾ ചിലരൊക്കെ നിരാശരായി തീരാം. എന്നാൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, നാം ഏർപ്പെട്ടിരിക്കുന്ന പ്രവൃത്തി ചെറുതായിരുന്നാലും വലിയ വിജയം ഇന്ന് കണ്ടില്ലെങ്കിലും സന്തോഷിപ്പാനുള്ള വകയുള്ളത്. ദ പ്ലമ്മറ്റ് ഈസ് ഇൻ ഗോഡ്സ് ഹാൻഡ്. ഹല്ലേലൂയ. തൂക്ക് കട്ട എൻ്റെ ദൈവത്തിൻ്റെ കരങ്ങളിലാണ്. The plummet is in God's hand. എൻ്റെ ദൈവമാണ് അത് പണിയുന്നത്. അതിൻ്റെ കുറവ് തീർത്ത് പണിയുവാൻ. ഹല്ലേലൂയ. The great master builder will surely accomplish that which he begins. എൻ്റെ കർത്താവ് ആരംഭിച്ച ആ പ്രവൃത്തി, അതിൻ്റെ മുഖ്യ ശില്പിയായവൻ അത് നിവർത്തിക്കും, അത് ഭംഗിയാക്കി തീർക്കും എന്ന് പകലൊന്ന് വിശ്വസിച്ച് ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ ഇടയാകട്ടെ. ഫിലിപ്പിയ ലേഖനം 1-ാം അധ്യായം 6-ാം വാക്യം തിരുവെഴുത്ത് പറയുന്നു, He who began a good work in you will carry it on to completion until the day of Christ. നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? എത്ര പേർക്ക് ധൈര്യമുണ്ട്? ഹല്ലേലൂയ. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എന്റെ ആത്മാവിനാൽ അത്രേ എന്ന യഹോവയുടെ അരുളപ്പാട്. ഹല്ലേലൂയ. ഈ ദേവാലയത്തിന് സെരുബാബേലും യോശുവയ്ക്ക് അടിസ്ഥാനം ഇട്ടപ്പോൾ ഇതിനു മുമ്പുള്ള ദേവാലയത്തെ കണ്ടവരെ ഉറക്ക കരഞ്ഞു എന്നാ വായിക്കുന്നത്. എസ്രായിയുടെ പുസ്തകം 3-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നത്, ഇപ്പോഴത്തെ അടിസ്ഥാനവും മുമ്പിലുള്ള ദേവാലയത്തെയും കൂടെ കമ്പയർ ചെയ്തവര് ഒരു കമ്പാരിസണിലാണ് അവർ കരഞ്ഞു. സ്തോത്രം. ഹല്ലേലൂയ. എന്നാൽ ദൈവം അവർക്കൊരു ഉറപ്പ് നൽകി. എന്തായിരുന്നു ആ ഉറപ്പെന്നറിയാമോ? സ്തോത്രം. ഇൻ ദ ലാറ്റർ എൻഡ്
its glory should be greater. ഇതിൻ്റെ അവസാന സ്തോത്രം, ഇതിൻ്റെ അവസാനമുണ്ടല്ലോ, ഈ പണി അങ്ങോട്ട് തീർന്നു കഴിയുമ്പോൾ അവിടെ വെളിപ്പെടുന്ന ദൈവമഹത്വം ആദ്യത്തേതിലും വലിയതായിരിക്കും. സ്തോത്രം. ഇതാണ് ദൈവാത്മാവ് അവരോട് പറഞ്ഞത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മുടെ ചെറിയ ആരംഭങ്ങളിൽ നാം നിരാശപ്പെടരുത്. പ്രത്യാശയ്ക്ക് വകയുണ്ട്. ദൈവം നമ്മോട് കൂടെയുള്ളതിനാൽ പലരും ചെറിയ ആരംഭത്തെ തുച്ഛീകരിക്കും, കളിയാക്കും, പരിഹസിക്കും, നിന്ദിക്കും. സക്കരിയാവിന്റെ ശത്രുക്കളും സെരുബാബേലിന്റെ പണിയോടുള്ള ബന്ധത്തിൽ ആ കാലത്ത് സെരുബാബേലിന്റെ ശത്രുക്കളും അത് ചെയ്തു. സ്തോത്രം. എന്നാൽ നമ്മുടെ ചെറിയ ആരംഭത്തെ ഒരിക്കലും തുച്ഛീകരിക്കാത്ത ഒരുവനുണ്ട്. അത് വേലയ്ക്ക് നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്ന സ്വർഗത്തിലെ ദൈവമാ. ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്ന് രാവിലെ ധൈര്യപ്പെടുക. പ്രവചനത്തിൽ നമ്മളെല്ലാം വായിക്കുന്ന, പറയുന്ന, സന്തോഷിക്കുന്ന, ധൈര്യപ്പെടുന്ന ഒരു വചനമുണ്ടല്ലോ. പ്രവചനം 42:3, bruised reed he will not break, and a smoldering wick he will not snuff out. ചതഞ്ഞ ഓടയെ അവൻ ഒടിച്ചു കളകയില്ല, പുകയുന്ന തിരിയെ അവൻ കെടുത്തി കളകയുമില്ല. ഹല്ലേലൂയ. കര ഉയർത്തി ഒന്നുകൂടെ ദൈവത്തെ സ്തുതിക്കാം. The third aspect of the rebuilding of temple, യെരൂശലേം ദേവാലയത്തിന്റെ പുനർനിർമ്മാണത്തിന്റെ മൂന്നാമത്തെ ഘടകം, ഈ വേദഭാഗത്ത് നിലീനമായിരിക്കുന്ന ചില ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഗോഡ്സ് ഗ്രേസ്. ഒന്നുകൊണ്ട്, ഗ്രേസ് ഗിവൺ അറ്റ് ദ ഗോഡ് മൊമെന്റ്. ഗ്രേസ് ഗിവൺ അറ്റ് ദ ഗോഡ് മൊമെന്റ്. ദൈവത്തിൻ്റെ സമയത്ത് ദൈവം അതിന് തക്ക കൃപ നൽകും. സ്തോത്രം. വാക്യം 4-ാം അധ്യായം 7-ാം വാക്യം. സഖറിയ 4:7 അതിൻ്റെ അവസാന ഭാഗമാണ്, ലാറ്റർ പാർട്ടാണ്. 7-ാം വാക്യം. സെരുബാബേലിന്റെ മുമ്പിലുള്ള മഹാപർവ്വതമേ, നീ ആറ്, നീ സമഭൂമിയായി തീരും. അത് നമ്മൾ വായിച്ചു. അടുത്ത ഭാഗം, അതിന് കൃപ കൃപ എന്ന ആർപ്പോടുകൂടെ അവൻ ആണിക്കല്ല് കയറ്റും. ഹലോ. അതിന്റെ കൃപ കൃപ എന്ന ആർപ്പോടെ അവൻ ആണിക്കല്ല് കയറ്റും. ദ ഗ്രേറ്റസ്റ്റ് accomplishment of anointing is mentioned here. ഈ അഭിഷേകത്തിന്റെ ശക്തി എന്ത് നേട്ടമാണ് നമുക്ക് നേടിത്തരുന്നത് എന്ന് ഇവിടെ പ്രസ്താവിക്കപ്പെടുകയാണ്. അതിന് കൃപ കൃപ എന്ന ആർപ്പോടെ ആണിക്കല്ല് കയറ്റും. എല്ലാവരും ശ്രദ്ധിക്കുക. ഈ പണി കുറെ കാലത്തേക്ക് മുടങ്ങിക്കിടന്നു എന്നുള്ളത് സത്യമാണ്. എന്നാൽ ആ സമയത്ത് പ്രവാചകനായ ഹഗ്ഗായിയെ ദൈവം ഉണർത്തി. എന്നിട്ട് സെരുബാബേലിനും ജോഷുവയ്ക്കും ഒക്കെ ധൈര്യം പകരുവാൻ സെഖരിയാവിലൂടെ മാത്രമല്ല ഹഗ്ഗായിയിലൂടെ ദൈവം സംസാരിച്ചു. ദൈവം പറഞ്ഞു, ഹഗ്ഗായി പ്രവചനം 2-ാം അധ്യായം അതിൻ്റെ 4-ാം വാക്യം. അവിടെ വായിക്കുന്നു, ബട്ട് നൗ ബി സ്ട്രോങ് സെരുബാബേൽ. ഇപ്പോഴോ സെരുബാബേലെ ധൈര്യപ്പെടുക എന്ന് യഹോവയുടെ അരുളപ്പാട്. അവിടെ വായിക്കുന്നു, ബി സ്ട്രോങ് ജോഷുവ സൺ ഓഫ് ജസോദാക്ക്. യഹോസാദാക്കിന്റെ മകനായ യോശുവേ, ധൈര്യപ്പെടുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ട് വേല ചെയ്യുക. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട് എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ ആ വചനം ശ്രദ്ധിച്ചോ? 2 ചെവിയും തുറന്നൊന്ന് ശ്രദ്ധിക്കണം.
ശാന്തമായി. ഞാൻ ഈ ഒച്ച പറയുന്നത് കൊണ്ട് ചിലപ്പോൾ അത് ചെവിയിൽ പെട്ടെന്ന് നമ്മുടെ ശ്രദ്ധ വരികയില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എല്ലാവരും ദൈവം പറയുന്നത് എന്താണെന്നറിയോ? ഇപ്പോഴോ സെരുബാബേലേ, ഹഗായിയിലൂടെ ധൈര്യദായകമായ ദൈവാലോചന അറിയിക്കുക. ഇപ്പോഴോ സെരുബാബേലേ, ധൈര്യപ്പെടുക എന്ന യഹോവയുടെ അരുളപ്പാട്. യഹോസാദാക്കിന്റെ മകനായ മഹാപുരോഹിതനായ യഹോസാദാക്കിന്റെ മകനായ യോശുവയെ ധൈര്യപ്പെടുക. ഞാൻ പറയുന്നതിൽ എന്തെങ്കിലും ഒരു ചെറിയ വ്യത്യാസം വന്നാൽ നിങ്ങൾ എന്നെ അയ്യോ പാസ് വന്നിട്ട് ശരിക്കും അത് പറഞ്ഞില്ല എന്ന് നിങ്ങൾ ചിന്തിക്കണം. ഞാൻ പറഞ്ഞത് ശരിയാണോ? അല്ലെങ്കിൽ ഒന്ന് തിരുത്തി തരണേ. കാരണം ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്, വായിച്ചു പറയുന്നതല്ല. ഇവിടെ എന്നിട്ട് പറയുകയാണ്, ബി സ്ട്രോങ് ആൻഡ് ഓൾ പീപ്പിൾ ഓഫ് ദ ലാൻഡ്, ദേശത്തിലെ സകല ജനവുമായുള്ളവരെ ധൈര്യപ്പെട്ടു വേല ചെയ്യുക. ഹലോ, വേലക്കാരാണല്ലോ ഇവിടെ കൂടി വന്നിരിക്കുന്നത്. ഇത് സെരുബാബേലിനോട് മാത്രമുള്ള വചനമല്ല, ഇതെനിക്കും നിങ്ങൾക്കുമുള്ള വചനമാണ്. ധൈര്യപ്പെട്ടു വേല ചെയ്യുക. കാരണം എന്താ? For I am with you. ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ട്. This speaks of the presence of God. ദൈവത്തിൻ്റെ സാന്നിധ്യത്തെയാ ഇത് വിളിച്ചു പറയുന്നത്. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. ഇന്ന് പകൽ എൻ്റെ ധൈര്യം, നിങ്ങളുടെ ധൈര്യം, ഈ ഭൂമുഖത്തുള്ള ദൈവവേലക്കാരുടെ എല്ലാം ധൈര്യം ഇതാണ്. കർത്താവ് കൂടെയുണ്ട്. Hallelujah. I am with you. I am with you. ചിലപ്പോഴെങ്കിലും നാം ഇത് വിസ്മരിച്ചു പോകാറുണ്ട്. എന്നാൽ ഇന്ന് പകൽ ദൈവാത്മാവ് നമ്മോട് പറയുന്നു, ധൈര്യപ്പെട്ട് വേല ചെയ്യുക. ദേശത്തിലെ സകല ജനവുമായുള്ളവരെ, മുൻനിരയിൽ നിന്ന് അധ്വാനിക്കുന്ന ലീഡർമാരെ, ദൈവദാസന്മാരെ, ധൈര്യപ്പെട്ട് വേല ചെയ്യുക. ഞാൻ നിങ്ങളോട് കൂടെയുണ്ട്. തീർന്നില്ല. വീണ്ടും ഹഗായിയിലൂടെ ദൈവം പറയുകയാണ്, അതിന്റെ 5-ാം വാക്യം. This is what I covenanted with you when you came out of Egypt, and my spirit remains among you. Do not fear. ഇതാകുന്നു ഞാൻ മിസ്രയീമിൽ ഇരുന്നപ്പോൾ നിങ്ങളോട് പറഞ്ഞത്. എൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടരുത്. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഭയപ്പെടരുത്? Because of the Spirit of God. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു, അതുകൊണ്ട് ഭയപ്പെടരുത്. സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. തീർന്നില്ല. ഇവർക്ക് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. അപ്പം ദൈവം അത് അറിഞ്ഞിട്ട് അവരെ ധൈര്യപ്പെടുത്തി പറയുക. ഹഗായി 2:8 ആ ദൈവാത്മാവ് പറയുക, വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത് എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യുന്നു. സിൽവർ ഈസ് മൈൻ ആൻഡ് ഗോൾഡ് is mine, declares the Lord Almighty. Hallelujah. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം എന്നറിയാമോ? This speaks of the provision of God. Provision. Hallelujah. ഒരു പള്ളിക്ക് സ്ഥലം മേടിക്കാൻ കാശ് കയ്യിൽ അധികം കാണില്ല. തുടങ്ങിയ പണി പൂർത്തീകരിപ്പാൻ പണം കാണില്ല. സ്തോത്രം. പലതിനും തുടക്കം കുറിച്ച് അതെങ്ങനെ പൂർത്തീകരിക്കുമെന്ന് അറിയാതെ ഇന്ന് പകൽ അന്താളിച്ച് നിൽക്കുന്ന അനുഭവമാകാം. നിർമ്മാണ പ്രവർത്തനത്തോടുള്ള ബന്ധത്തിൽ ഏത് കാര്യവുമാകട്ടെ. ഹല്ലേലൂയ. ഞാൻ പറയുന്നു, ഇവിടെ ദൈവത്തിൻ്റെ ആത്മാവ് പറയുകയാണ്, നമുക്ക് ആവശ്യമായത് ദൈവത്തിൻ്റെ പക്കലുണ്ട്. ഞാനിന്ന് പകൽ ഒരു ചോദ്യം നിങ്ങളോട് ചോദിക്കട്ടെ. Can you believe God to supply what you need today?
ഇന്ന് നമുക്ക് ആവശ്യമായത് നമ്മുടെ ദൈവത്തിന് തരാൻ കഴിയുമെന്ന് എത്ര പേർ വിശ്വസിക്കുന്നു? അവന്റെ പക്കൽ വെള്ളി എനിക്കുള്ളത്, പൊന്നും എനിക്കുള്ളത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. 3 കാര്യങ്ങളാണ് അവിടെ പറയുന്നത്. ഒന്ന്, the presence of God and the spirit of God and the provision of God. ഹല്ലേലൂയ. ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ ആത്മാവ്, ദൈവത്തിന്റെ കരുതൽ. ഹലോ, ഇതുകൊണ്ട് ദൈവം നമ്മെ ഏർപ്പെടുത്തിയ വേല പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ മഹത്വം ഇതുവരെ നാം കണ്ടിട്ടില്ലാത്ത മഹത്വമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. And the glory of the task we accomplish for the kingdom of God will be greater than the glory of the former days. നാം ദൈവരാജ്യത്തിന് വേണ്ടി പൂർത്തീകരിക്കുന്ന വേലയുടെ മഹത്വം ഇതുവരെ ആയുസ്സിൽ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വമായിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു, കഴിഞ്ഞ 50 വർഷമായി ഈ പുസ്തകം എടുത്ത് ഞാൻ പ്രസംഗിക്കുന്നു, മലബാറിൽ ദൈവവേല ചെയ്യുന്നു. ആഗ്രഹിക്കത്തക്ക ഒരു ഫലം കാണാത്ത മേഖലകൾ ഇന്നുണ്ട്, എങ്കിലും മടുക്കുന്നില്ല. ഈ വചനത്തിന് മുൻപിൽ ഞാൻ വിശ്വസിക്കുകയാണ്, എൻ്റെ കണ്ണ് ഇതുവരെ കണ്ടിട്ടില്ലാത്ത ദൈവമഹത്വം കാണുവാൻ എൻ്റെ ദൈവം സംഗതി വരുത്തും. നിങ്ങൾക്ക് ദൈവം അതിട വരുത്തും. വിശ്വസിക്കുന്നവർ കരങ്ങളെ അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടെ വായിച്ച വാക്യം എന്താ? അവർ കൃപ കൃപ എന്ന ആർപ്പോടെ അതിന് ആണിക്കല്ല് കയറ്റും. ആണിക്കല്ലെന്ന് പറഞ്ഞ ടോപ്പ് സ്റ്റോൺ, വേറൊരു ഭാഷയിൽ പറഞ്ഞ ക്യാപ് സ്റ്റോൺ, ഹെഡ് സ്റ്റോൺ എന്നൊക്കെയാ. എന്ന് പറഞ്ഞാൽ ദ ക്യാപ് സ്റ്റോൺ ഈസ് ദ ഫൈനൽ സ്റ്റോൺ ഓഫ് ദ പ്രോജക്റ്റ്. ഈ ദേവാലയത്തിൻ എന്ന പദ്ധതിയുടെ, ആ നിർമ്മാണ പദ്ധതിയുടെ ഏറ്റവും ഒടുവിൽ വയ്ക്കുന്ന ശിലയാണ് അതിൻ്റെ ക്യാപ് സ്റ്റോൺ. സ്തോത്രം. അതും അവിടെ സ്ഥാപിക്കുമ്പോൾ മുഴങ്ങുന്ന ശബ്ദം ഇതാണ്: ഹല്ലേലൂയ, ഗോഡ്സ് ഫേവർ, ഗോഡ്സ് ഫേവർ. ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കൃപ. അതല്ലാതെ മറ്റൊന്നല്ല. ദൈവത്തിൻ്റെ കൃപയ്ക്ക് ചെയ്യാൻ കഴിയാത്തത് ഒന്നുമില്ല. ഹല്ലേലൂയ. ഇവിടെ യഹോവയായ ദൈവം സെരുബാബേലിനോട് പറഞ്ഞു, സെരുബാബേലിന്റെ കൈ അതിന് അടിസ്ഥാനമിട്ടു, അവന്റെ കൈ തന്നെ അത് തീർക്കും എന്ന് പകൽ ചിലരെങ്കിലും നിരാശപ്പെട്ട് ചിന്തിക്കുന്നുണ്ടാവൂ, ഇനി ഞാൻ ഇതിനൊക്കെ ഇറങ്ങി പുറപ്പെട്ടു, എന്നെ കൊണ്ടല്ലായിരിക്കാം ദൈവം ഇത് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നിരാശപ്പെട്ടിരിക്കുന്നവരാരിലും ഉണ്ടോ? ദൈവാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, അടിസ്ഥാനം നിങ്ങളുടെ കൈ ഇട്ടതിനെ നിങ്ങളെ കൊണ്ട് തന്നെ പൂർത്തീകരിപ്പാൻ എൻ്റെ ദൈവം ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നിങ്ങളോട് ധൈര്യത്തിൽപ്പെടുത്തുന്ന വചനം വിളിച്ചറിയിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. What he promises to do, he does perfectly, and he does at the right time. Therefore, let us trust in him. ദൈവം എന്ത് വാഗ്ദത്തം ചെയ്തോ എൻ്റെ ദൈവം അത് ചെയ്യും. അവനത് ഭംഗിയായി ചെയ്യും. അവനത് തക്ക സമയത്ത് ചെയ്യും. അതുകൊണ്ട് ഇന്ന് പകൽ മുഴുവുള്ളത്തോടെ നമുക്ക് ദൈവത്തിൽ ആശ്രയിക്കാം. ഒരു പ്രാവശ്യം കൂടെ കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ദൈവത്തിന് മഹത്വം കൊടുക്കാം. ഒരു കാര്യത്തോടെ പറഞ്ഞ് ഞാൻ വേഗത്തിൽ അവസാനിപ്പിക്കാം. 4ാമത്തെ ഘടകം, the fourth aspect of the
rebuilding of the temple. Unbroken, unceasing unction. അഖണ്ഡമായ അവിരാമമായ അഭിഷേകം. സ്തോത്രം. അതാണ് ഇവിടെ വായിക്കുന്നത്. സെഖരിയാവിന് ദൈവം ഒരു ദർശനം നൽകുന്നതായിട്ടാണ് നാം ഈ അധ്യായത്തിൻ്റെ ആരംഭത്തിൽ കാണുന്നത്. സ്തോത്രം. അതിൻ്റെ 2-3 വാക്യങ്ങൾ. 4-ാം അധ്യായം, സെഖരിയ പ്രവചനം 4-ാം അധ്യായം, അതിൻ്റെ 2-3 വാക്യങ്ങൾ. നീ എന്ത് കാണുന്നു? നീ എന്നോട് ചോദിച്ചതിന് ഞാൻ മുഴുവനും പൊന്നുകൊണ്ടുള്ള ഒരു വിളക്ക് കണ്ടു. അതിൻ്റെ തലയ്ക്കൽ ഒരു കുടവും അതിന്മേൽ 7 വിളക്കും, അതിൻ്റെ തലയ്ക്കലുള്ള 7 വിളക്കിന് 7 കുഴലും, അതിനരികെ കുടത്തിൻ്റെ വലതുഭാഗത്ത് 1 ഇടതുഭാഗത്ത് 1 ഇങ്ങനെ 2 ഒലിവ് മരവും ഞാൻ കാണുന്നു എന്ന് പറഞ്ഞു. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ഇതെല്ലാം കൂടെ വായിക്കുമ്പോൾ ചിലപ്പം തല പെരുക്കും. എന്താ ഈ ഒലിവ് മരം, കുടം, കുഴല്, ഇതൊക്കെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് സെഖരിയാവ് കാണുന്ന ദർശനമാണ്. സ്തോത്രം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്നറിയാം? The promise of the Holy Spirit is a perpetual promise. ഇവിടെ വായിച്ച വാക്യം ഓർക്കണം. സൈന്യത്താലും അല്ല, ശക്തിയാലും അല്ല എൻ്റെ. അപ്പൊ ഈ വാക്തത്വം ഉണ്ടല്ലോ, പരിശുദ്ധാത്മാവിൻ്റെ ഈ വാക്തത്വം, ഇത് ഇറ്റ് ഈസ് എ പെർപെച്വൽ പ്രോമിസ്. ഇത് തുടർമാനമായ ഒരു വാക്തത്വമാണ്. അപ്പോസ്തലപ്രവൃത്തി 2:17 നിന്ന് വായിക്കുന്നുണ്ട്, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. എൻ്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും അന്നാളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും, അവരും പ്രവചിക്കും. ഇവിടെ ഈ അന്ത്യകാലം എന്ന് പറഞ്ഞാൽ ഏതാ കാലം? ഈ അന്ത്യകാലം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണം മുതൽ യേശുവിൻ്റെ പുനരാഗമനം വരെയുള്ള കാലത്തിനാണ് അന്ത്യകാലം എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ വി ആർ ലിവിങ് ഇൻ ദ ലാസ്റ്റ് അവർ ഓഫ് ദ ലാസ്റ്റ് ഡേ. അന്ത്യ ദിവസത്തിൻ്റെ അന്ത്യ മണിക്കൂറിലാണ് ഞാനും നിങ്ങളും ഈ വയലിൽ കർത്താവിൻ്റെ വേല ചെയ്യുന്നത്. ഈ വാഗ്ദത്തം എനിക്കും നിങ്ങൾക്കുമുള്ളതാണ്. ഹല്ലേലൂയ. ഇന്ന് പകൽ ദൈവസഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ ആവശ്യം, ഞാൻ പറയട്ടെ, ആത്മാവിൻ്റെ ഈ വലിയ പകർച്ചയാ. ഇത് നമുക്ക് ലഭിക്കുമോ? നിശ്ചയമായും. ലൂക്കോസ് 11:13 നിന്ന് വായിക്കുന്നുണ്ട്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുപ്പാൻ അറിയുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്ര അധികം നൽകും. ഹല്ലേലൂയ. നമുക്കാവശ്യം ഈ അഖണ്ഡമായ ആ പെർപെച്വലായ അൺസീസിങ് പെർപെച്വൽ അംശന അഭിഷേകമാ. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവമുഖം അന്വേഷിക്കുക, പ്രാർത്ഥനയുടെ മെതിക്കളത്തിൽ മുഴങ്കാലിൽ ഇരിക്കുക, ദൈവത്തെ കാത്തിരിക്കുക. ഹല്ലേലൂയ. സ്വന്തം ശക്തി കൊണ്ട് ഈ വേല നമുക്ക് ചെയ്യാൻ കഴിയില്ല. അത് വേദപുസ്തകം വളരെ ഉറപ്പാക്കി തരികയാണ്, വ്യക്തമാക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഈ അമേരിക്കയിലെ ഒരു സ്റ്റേറ്റ് ഉണ്ട്, ടെക്സാസ്. ഇന്ന് എല്ലാവർക്കും അറിയാം. മിക്കവാറും ആളുകൾ അമേരിക്കയിൽ പോകുന്ന അങ്ങേ വീട്ടിലെ പണിക്കാരിത്തെയും കഴിഞ്ഞ ആഴ്ച പോയിട്ട് വന്ന് അമേരിക്കയിൽ പോകുന്ന ഇന്നൊരു പ്രശ്നമോ വിഷയമൊന്നുമല്ല കേട്ടോ. അതൊരു വലിയ കാര്യം. ചിലർ ഞാൻ അമേരിക്കയിൽ പോയി, അവിടെ ആയിരുന്നു, ഇവിടെ ആയിരുന്നൊക്കെ പറയാം. എന്താ സ്തോത്രം, ഞാൻ കാസർഗോഡ് പോയി എന്ന് പറയുന്ന അതിനേക്കാളും സന്തോഷം. അപ്പൊ ഈ അമേരിക്കയിലെ ടെക്സാസിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഒരു എണ്ണ ഫീൽഡ്, ഓയിൽ ഫീൽഡ് ഉണ്ട്. അതിൻ്റെ പേര് യേറ്റ്സ് ഫീൽഡ് എന്നാണ്. YATES, യേറ്റ്സ് ഫീൽഡ്.
ഞാനിനി 5-6 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം കേട്ടോ, വേഗം നിർത്താം. എയ്ഡ്സ്വില്ല്, അത് അമേരിക്കയിൽ ഡിപ്രഷൻ കാലഘട്ടം ഉണ്ടായിരുന്നു. ഡിപ്രഷൻ 1927 മുതൽ 1937 വരെ എങ്ങാണ്ടായിരുന്നു ആ ഡിപ്രഷൻ കാലയളവ്. ചിലപ്പോൾ 1929 മുതൽ 39 വരെയാണ്. എന്നാലും ആ സമയത്താണ് വലിയ മാന്ദ്യത്തിൻ്റെ കാലഘട്ടം, ഡിപ്രഷൻ. അന്ന് എയ്ഡ്സിൻ്റെ ഈ എണ്ണക്കനി ഇരുന്ന സ്ഥലം ഒരു ഷീപ്പ് റാഞ്ച, ആടുകളെ പോറ്റുന്ന ഒരിടമായിരുന്നു. അപ്പം അന്നത്തെ സാമ്പത്തിക മാന്ദ്യവും കാര്യങ്ങൾ ഇതെല്ലാമായി ഈ മിസ്റ്റർ എയ്ഡ്സിന് ബാങ്കിലുള്ള മോർഗേജ് ഒന്നും അടയ്ക്കാനുള്ള വരുമാനം ഈ ഷീപ്പ് റാഞ്ചിൽ നിന്ന് തനിക്ക് ലഭിക്കുന്നില്ല. ഭയങ്കര കഷ്ടപ്പാടായിരുന്നു തനിക്ക്. ഗവൺമെന്റ് കൊടുക്കുന്ന സബ്സിഡി കൊണ്ടാണ് അദ്ദേഹം കഷ്ടിച്ച് ജീവിച്ചത്. അങ്ങനെ താൻ ഇരിക്കുമ്പോൾ ഒരു എണ്ണ ഖനനം ചെയ്യുന്ന കമ്പനിയിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ മിസ്റ്റർ എയ്ഡ്സിന്റെ അടുക്കൽ വന്നു. എന്നിട്ട് അയാളോട് പറഞ്ഞു, നിന്റെ ഈ സ്ഥലത്ത് എണ്ണ ഉണ്ട് എന്ന് തോന്നുന്നു, അത് ഖനനം ചെയ്യാൻ അവരുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഒരു ലീസ് കരാറ് ഒപ്പിട്ടു. അങ്ങനെ അവരൊരു എണ്ണ കിണറ് കുഴിക്കാൻ തുടങ്ങി. നിനക്കറിയാമോ, 1115 അടി കുഴിച്ചപ്പോൾ ഒരു ഭയങ്കര എണ്ണ കിണർ കണ്ടെത്തി. എണ്ണക്കിണർ ഒരു ദിവസം 80,000 ബാരൽ എണ്ണ അവിടെ നിന്ന് ഖനനം ചെയ്തു. ഒരു ദിവസം അത്രയും കിട്ടുമായി. അതുപോലെ കിട്ടുന്ന 2-3 കിണറുകളിലൂടെ അയാളുടെ പറമ്പിൽ ഉണ്ടായി. 30 വർഷത്തിന് ശേഷം ഗവൺമെന്റിൽ നിന്നുള്ള ഒരു പരിശോധനാ സംഘം വന്നപ്പോൾ ഇങ്ങനെ കുഴിച്ച ഒരു കിണറിൽ നിന്ന് പ്രതിദിനം 125,000 ബാരൽ എണ്ണ ഖനനം ചെയ്യാം എന്ന് അവർ കണ്ടെത്തി. ഈ മിസ്റ്റർ എയ്ഡ്സ് ഈ സ്ഥലത്തിൻ്റെ എല്ലാം ഉടമയാണ്. അവിടെയുള്ള മിനറൽസിൻ്റെ എല്ലാം ഉടമയാണ്. അതിൻ്റെ എല്ലാം അവകാശമായേക്കാം. പക്ഷെ ഇതുവരെ അയാൾ ജീവിച്ചത് എങ്ങനെയാ? ഭയങ്കര ബുദ്ധിമുട്ടിൽ ഗവൺമെന്റ് സബ്സിഡി കൊണ്ടുമാണ് അയാൾ ജീവിച്ചത്. എ മൾട്ടി മില്ലേനിയർ ലിവിങ് ഇൻ പോവർട്ടി. ശതകോടീശ്വരനായ ഒരു മനുഷ്യൻ ഇവിടെ കടുത്ത ദാരിദ്ര്യത്തിലാ ജീവിക്കുന്നത്. വാട്ട് വാസ് ദ പ്രോബ്ലം? അയാളുടെ പ്രശ്നം എന്താ? He does not know the oil was there. അയാളുടെ പറമ്പിൽ എണ്ണയുണ്ടെന്ന് അയാൾ അറിഞ്ഞില്ല. He owned it, but he doesn't possess it. അവൻ അതിന് അവകാശിയാ, പക്ഷേ അതിന്റെ ഉടമസ്ഥനാ. അവന് അത് പക്ഷേ അവനത് പൊസസ് ചെയ്തില്ല, അവകാശമാക്കിയില്ല. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ താല്പര്യം ഇതാണ്. കർത്താവായ യേശുവിനെ നാം വിശ്വാസത്താൽ നമ്മുടെ രക്ഷകനായി സ്വീകരിച്ച അന്ന് മുതൽ നാം ദൈവത്തിൻ്റെ അവകാശികളാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റോമർ 8:16-17 വാക്യങ്ങൾ അവിടെ വായിക്കുന്നു. ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് നാം ദൈവത്തിൻ്റെ മക്കളെന്ന് സാക്ഷ്യം പറയുന്നു. 17 വാക്യം, നാം മക്കളെങ്കിലോ അവകാശികളുമാകുന്നു. ഹല്ലേലൂയ. ഞാൻ പറയട്ടെ, ഈ എണ്ണ ഖനന കിണർ കണ്ടെത്തുന്നതിന് മുമ്പ് മിസ്റ്റർ എയ്ഡ്സ് ജീവിച്ച നിലയിലാ ഇന്ന് അധിക പങ്ക് പാസ്റ്റർമാരും വേലക്കാരും ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും നിലകൊള്ളുന്നത്. സ്തോത്രം. എന്നാൽ ഈ തിരിച്ചറിവ് ദൈവത്തിൻ്റെ ആത്മാവ് ഇന്ന് പകൽ ഈ വചനത്തിലൂടെ നമുക്ക് നൽകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ദൈവം ഈ പ്രവൃത്തിക്ക് വേണ്ട ശക്തി നമുക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുകയാണ്. സെരുബ്ബാബേലിനോട് പറഞ്ഞു, സൈന്യത്താൽ അല്ല, ശക്തിയാലും അല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. നമ്മക്കളെങ്കിൽ അവകാശികളാണ്. സ്തെഫാനോസിൽ പകരപ്പെട്ട ആത്മകൃപ പത്രോസിൽ, പൗലോസിൽ, എൻ്റെ യേശുവിൽ വ്യാപരിച്ച അത്യന്ത ശക്തി നമ്മുടെ മൺകൂടാരങ്ങളിൽ ഇന്ന് പകൽ ദൈവം പകർന്ന് ആ ശക്തിയും പേറി നമ്മുടെ പ്രവർത്തന മേഖലകളിൽ പോകുവാൻ, ശുശ്രൂഷ ചെയ്യുവാൻ, സകല ഉത്സാഹവും കഴിച്ച് ദൈവശക്തി പ്രാപിപ്പാൻ ദൈവം നമുക്ക് കൃപ ചെയ്യട്ടെ. ഹല്ലേലൂയ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. ആത്മശക്തിയാൽ നിറയപ്പെടുക. ഹല്ലേലൂയ. ഇറ്റ് ഈസ് അവർ ബർത്ത് റൈറ്റ് ടു ബി ക്ലെയിംഡ്. പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ ജന്മാവകാശമാണ്. എന്റെയും നിങ്ങളുടെയും ബർത്ത് റൈറ്റ്, ജന്മാവകാശമാ. നാം മക്കളെങ്കിൽ നാം അവകാശി ാണ്. ഈ ജന്മാവകാശം അവകാശമാക്കുക. ആത്മാവിനാൽ നിറയപ്പെടുക. Claim your birthright. നമ്മുടെ ജന്മാവകാശം അവകാശമാക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. സ്തോത്രം. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, എല്ലാ ദിവസവും നമുക്ക് ഈ ആത്മശക്തി കൂടിയേ തീരൂ. ഒറ്റ ദിവസം പോലും ഇത് കൂടാതെ ജീവിക്കാൻ പറ്റില്ല. ദൈവവേല ചെയ്യാൻ പറ്റില്ല. എവറി ഡേ വി നീഡ് എ ഫ്രഷ് അനോയിന്റിങ്. ഓരോ ദിവസവും നമുക്കൊരു പുതിയ നിറവ് വേണം, പുതിയ അഭിഷേകം വേണം. ഇതിനെതിരെ നമ്മുടെ കണ്ണ് സാത്താൻ കുരുടാക്കിയിരിക്കുക. ഇന്നത്തെ വേലക്കാരുടെ, ഇന്നത്തെ നേതാക്കന്മാരുടെ, ദൈവ വേലക്കാരുടെ കണ്ണ് ഇതിനെതിരെ കുരുടാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ. ഒരൊറ്റ ദിവസം പോലും ഈ ചൈതന്യം വരുത്തുന്ന, ഈ പുതുക്കം വരുത്തുന്ന ആത്മശക്തി കൂടാതെ നമുക്ക് പ്രവർത്തിപ്പാൻ പറ്റില്ല. പ്രവർത്തിക്കാം, പക്ഷെ പ്രവർത്തനം വിജയകരമാകില്ല. ഹല്ലേലൂയ. ദൈവമഹത്വം വെളിപ്പെടണമോ? ദൈവശക്തി വ്യാപരിക്കണം. ദൈവശക്തിയാൽ നാം നിറയപ്പെടണം. ഹല്ലേലൂയ. Be filled with the Holy Spirit just as Stephen was filled. സ്തെഫാനോസ് നിറയപ്പെട്ടതുപോലെ, പത്രോസ് നിറയപ്പെട്ടതുപോലെ, പൗലോസ് പത്രോസിന്റെ നിഴൽ തട്ടിപ്പോലും രോഗികൾ സൗഖ്യമായി. പൗലോസിന്റെ കയ്യാൽ അസാധാരണ വീര്യപ്രവർത്തികൾ നടന്നു. യേശുവിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. രക്തസ്രവക്കാരത്തി സ്ത്രീയുടെ ബാധ ഒഴിഞ്ഞ് അവൾ സ്വസ്ഥമായി. അവൻ കൽപ്പിച്ചപ്പോൾ പക്ഷപാതക്കാർ കിടക്കയെടുത്ത് നടന്നു. കുരുടർ, മുടന്തർ, ഊമർ, ചെകിടർ, കുഷ്ഠരോഗികൾ, കൂനിയായ സ്ത്രീ, വരണ്ട കൈയുള്ള മനുഷ്യൻ, ഭൂതഗ്രസ്ത, നാനാവിധ വ്യാധികളാൽ വലഞ്ഞവർ സൗഖ്യമായി. മരിച്ചവരും ഉയർത്തെഴുന്നേറ്റു. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിലും വലിയത് അവർ ചെയ്യും. നിങ്ങൾ എൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നതൊക്കെ പിതാവ് പുത്രൻ മഹത്വപ്പെടേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരാം എന്ന് വാക്ക് പറഞ്ഞ കർത്താവ് മാറില്ല. ഹല്ലേലൂയ. അവനോട് ചോദിക്കുന്നവർക്ക് ആത്മാവിനെ എത്ര അധികം നൽകും. ഹല്ലേലൂയ. Claim your birthright. നമ്മുടെ ജന്മാവകാശമാണ് ഈ ആത്മശക്തി. ഹല്ലേലൂയ. അതാ ഞാൻ പറഞ്ഞു, എവറി ഡേ വി നീഡ് എ ഫ്രഷ് അനോയിന്റിങ്. ഓരോ ദിവസവും നമുക്ക് ഈ പുതുതാക്കുന്ന ഈ അഭിഷേകം ആവശ്യമാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഫൈറ്റിംഗ് ടുഡേയ്സ് ബാറ്റിൽ വിത്ത് യെസ്റ്റർഡേയ്സ് അനോയിന്റിങ് വിൽ നോട്ട് വർക്ക്. ഇന്നലെ പ്രാപിച്ച അഭിഷേകം കൊണ്ട് ഇന്ന് നമുക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല. ഹലോ, പണ്ടെങ്ങാണ്ട് ഒരു കാത്തിരിപ്പ് യോഗത്തിന്
പ്രാപിച്ച ഒരു നിറവും ആ 2-3 അന്യഭാഷയുടെ വാക്കും കൊണ്ടൊക്കെയാണ് നമ്മളിങ്ങനെ ജീവിക്കുന്നത്. പണ്ട് കേരളത്തിൽ ജീവിച്ചിരുന്ന ഒരു പാസ്റ്റർ ഉണ്ടായിരുന്നു, പാസ്റ്റർ V.A. തോമസ്, എൻ്റെ കസിനായിരുന്നു. അദ്ദേഹം ഒരിക്കൽ സരസമായി പറഞ്ഞിട്ടുണ്ട്, ഈ ഹല്ലേലൂയ സ്തോത്രം എന്ന ഈ 2 വാക്കില്ലായിരുന്ന പല പാസ്റ്റർമാരുടെയും പണി പോയേനെ. സ്തോത്രം ഇടയ്ക്കിടയ്ക്ക് ഈ ഒന്നും കിട്ടാതെ വരുമ്പോൾ നമ്മൾ ഈ പ്രസംഗത്തിൻ്റെ ഇടയിൽ അങ്ങ് ഹല്ലേലൂയയും സ്തോത്രവും ഒക്കെ അങ്ങ് പറഞ്ഞ് ഒന്ന് എല്ലാം ശരിപ്പെടുത്തിക്കൊണ്ടുവരുന്ന ഒരു രീതിയില്ലേ. സ്തോത്രം, അങ്ങനെ ഒന്നും ഈ വേല ചെയ്യാൻ പറ്റില്ല. ആത്മശക്തി കൂടാതെ ഇന്നലത്തെ അഭിഷേകം കൊണ്ട് ഇന്നത്തെ യുദ്ധം നമുക്ക് ചെയ്യാൻ കഴിയുകയില്ല. ദാവീദ് പറഞ്ഞത് നമ്മൾ ഓർക്കണം. ദാവീദിന്റെ വാക്ക്, ഐ ഷാൽ ബി അനോയിന്റഡ് വിത്ത് ഫ്രഷ് ഓയിൽ. അവൻ എന്നെ പുതിയ എണ്ണ തെപ്പിക്കുന്നു. പുതിയ എണ്ണ, ഫ്രഷ് ഓയിൽ. എവറി ഡേ വി നീഡ് എ ഫ്രഷ് അനോയിന്റിങ്. ഫ്രഷ് അനോയിന്റിങ്. ഓരോ ദിവസവും ഉറക്ക കിടക്കയിൽ നിന്ന് ഉണരുമ്പോൾ ഫോൺ എടുത്ത് വാട്സപ്പിൽ ആരാ സന്ദേശം അയച്ചതെന്നല്ല നോക്കേണ്ടത്. ഹല്ലേലൂയ. ഇതിലെ ഫേസ്ബുക്ക് അല്ല ഓപ്പൺ ചെയ്യേണ്ടത്. ദൈവസന്നിധിയിൽ മുട്ടുകുത്തി, കർത്താവേ അങ്ങയുടെ പക്കൽ നിന്നുള്ള നിറവ്, ശക്തി എന്റെ മേൽ പകർന്ന് എന്നെ ഏൽപ്പിച്ച വേല ചെയ്യുവാൻ ഇന്ന് പകലും ശത്രുവിന്റെ മേഖലകളെ ആക്രമിച്ച് കീഴടക്കി ജയാളിയേക്കാൾ ജയാളിയായി ഈ വേലയുടെ മുഖത്ത് മുന്നേറുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ കൊണ്ടാ ദൈവം ഈ തലമുറയിൽ വല്ലതും ചെയ്യിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഇന്നുള്ളതുപോലെ നമുക്ക് അങ്ങ് പോകാം. 30 അംഗങ്ങളുള്ള വീട്ടുകാർ അത് സഭ 5 വർഷം നമ്മൾ ഇരുന്ന് കഴിയുമ്പോൾ 23 ആകും. പിന്നെ കുറച്ചുകൂടെ ഇരുന്നാൽ പിന്നെ അതിലും കുറയും. സ്തോത്രം. വില കൊടുക്കണം, വില കൊടുക്കണം. കണ്ണുനീര് വില കൊടുക്കണം, കണ്ണുനീര് വില കൊടുക്കണം. അങ്ങനെ കണ്ണുനീരോടെ വിതയ്ക്കുന്നവരാണ് ആർപ്പോടെ കൊയ്യുന്നത്. സ്തോത്രം. വിതയുണ്ടെങ്കിൽ കൊയ്ത്തുണ്ട്. വിതയ്ക്കാത്തവൻ എങ്ങനെ ശേഖരിക്കും? വിതയ്ക്കാത്തവൻ എങ്ങനെ കൊയ്യും? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിർത്തട്ടെ. God's work is ultimately completed by the power of the Holy Spirit. ദൈവത്തിൻ്റെ വേല ആത്യന്തികമായി നിവർത്തിക്കപ്പെടുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്, സൈന്യത്താലുമല്ല, ശക്തിയാലുമല്ല, എൻ്റെ ആത്മാവിനാൽ അത്രേ. We are anointed to accomplish. നമ്മളെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് ഈ ദൗത്യം പൂർത്തീകരിപ്പാനാണ്. അത് പൂർത്തീകരിച്ചു. നമ്മുടെ കർത്താവ് നമുക്ക് മാതൃകയാണ്. ക്രൂശിൽ കടന്നുകൊണ്ട് അവൻ വിളിച്ചു പറഞ്ഞു, സകലവും നിവർത്തിയായി. ഇത് പൂർത്തീകരിച്ച നമ്മെ പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ പൗലോസ് വിളിച്ചു പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി അവൻ വെച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഈ വേല നന്നായി തികച്ചു. നമുക്ക് മുന്നമേ നിത്യതയിലേക്ക് കടന്നുപോയ വിശുദ്ധന്മാർ, പെന്തക്കോസ്തിന്റെ ആരംഭ പ്രവർത്തകർ, ഹല്ലേലൂയ, ഈ വേലയുടെ മുൻനിരക്കാരായി നിന്ന് അധ്വാനിച്ച് ഇല്ലായ്മകളുടെ മുൻപിൽ, വല്ലായ്മകളുടെ മുൻപിൽ, എതിർപ്പുകളുടെ മുൻപിൽ തളരാതെ ആത്മശക്തിയോടെ വെച്ചടി ദൈവവേലയിൽ മുന്നേറിയവർ, വിജയം കൊയ്തവർ, സഭകൾ സ്ഥാപിച്ചവർ, ഇന്ന് കാണുന്നത് പോലെ ഈ സ്ഥാപനം പോലെയൊക്കെ പലതും കെട്ടിപ്പടുത്തവർ, അവർ നമുക്കൊരു മാതൃകയാകട്ടെ, വെല്ലുവിളിയാകട്ടെ. കർത്താവിന് നമ്മെയും ഉപയോഗിപ്പാൻ കഴിയും. അല്പകാര്യങ്ങളുടെ ദിവസത്തെ അവൻ തുച്ഛീകരിക്കുന്ന ദൈവമല്ല.